ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 6 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ കേട്ടത്. ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു, എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു എന്നിരിക്കലും ഭക്തിയുത സേവന മാർഗത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല എന്നും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ പരമപദം പ്രാപിക്കുമെന്നും പറഞ്ഞു. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാകുന്നു എന്നും അയാൾ എല്ലാവരുടെയും സ്നേഹാർജനങ്ങൾ ആർജിക്കുമെന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബാധിക്കുക ഇല്ല എന്നും പറഞ്ഞുകൊടുത്തു. അങ്ങനെയുള്ള ഒരു വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും അയാൾ എന്ന ആത്മാവ് അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് എന്നും സ്വയം മനസ്സിലാക്കുന്നു. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളമെന്ന പോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ഒന്നും തന്നെ ബാധിക്കുകയില്ല എന്നും ഭഗവാൻ പറഞ്ഞുകൊടുത്തു. ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഇന്നത്തെ ശ്ലോകം നോക്കാം. 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, കായേന മനസാ ബുദ്ധി കേവലൈ ഇന്ദ്രിയാപി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാ ആത്മശുദ്ധയാ. കായേന മനസാ ബുദ്ധി, കായേന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും, കേവലൈ ഇന്ദ്രിയാഭി ശുദ്ധങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ടും, യോഗിന കർമ്മ കുർവന്തി യോഗികൾ കർമ്മം ചെയ്യുകയാണ്. സംഘം ത്യക്ത്വാ ആത്മശുദ്ധയ, എങ്ങനെയാണ് ചെയ്യുന്നത്? സംഘത്തെ ത്യജിച്ച് ആത്മശുദ്ധിക്ക് വേണ്ടിയാണ്, മായ മൂടിയിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്, ആ ആത്മാവിനെ ഭഗവത് പാദത്തിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്, പരമാത്മാവെന്ന ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും യാതൊരു ഫല ഇച്ഛയും കൂടാതെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സകലവിധ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ആ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ശുദ്ധങ്ങളാക്കി കർമ്മം ചെയ്യുന്നത് ആത്മശുദ്ധിക്ക് വേണ്ടിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ വേണ്ടത് എൻ്റേത്, എനിക്ക് എന്ന ഭാവമെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഈശ്വരന് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. ഭഗവാന്റെ ആഗ്രഹം അല്ലാതെ എൻ്റെ ഫലസിദ്ധിക്ക് വേണ്ടിയല്ല. ഏതു തരത്തിലുള്ള കർമ്മമായാലും അത് ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്നൊന്നും നോക്കാതെ, സുഖമാണോ ദുഃഖമാണോ എന്നൊന്നും നോക്കാതെ എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടാതെ, അധികം വിഷമിക്കാതെ, സന്തോഷത്തിലേർപ്പെടാതെ, എല്ലാം തൻ്റെ യോഗമാണ്, ഇത് താൻ ചെയ്യേണ്ടതാണ് എന്നുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി ഭഗവാന് വേണ്ടി ചെയ്യുകയാണ് യോഗികൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ആത്മശുദ്ധി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ. സംഘം ത്യക്ത്വ, സംഘത്തെ ത്യജിക്കുക, ഇന്ദ്രിയ ആഗ്രഹങ്ങളെ ത്യജിച്ചുകൊണ്ട്. ഇന്ദ്രിയ ആഗ്രഹങ്ങളെ എങ്ങനെയാ ത്യജിക്കുക എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നാം. അതിന് ഏറ്റവും ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയം ഒന്ന് ആലോചിച്ചു നോക്കൂ. പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരം പൂർണ്ണമായ നിദ്രാവസ്ഥയിലാണ്. ആ സമയത്ത് പ്രവർത്തിക്കുന്നത് ശരീരം അല്ല, ആത്മാവ് മാത്രമാണ്, അല്ലെങ്കിൽ മനസ്സ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ എന്ത് സുഖമായിരുന്നു ഈ ഉറക്കത്തിന്. ഉറങ്ങിയില്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ശരീരം കൊണ്ടായാലും എന്തായാലും യാതൊരു തരത്തിലുള്ള സുഖം ഉണ്ടാവില്ല, ദുഃഖമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ ശരീരത്തെ പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലാക്കിക്കൊണ്ടുള്ള മനസ്സിൻ്റെ പ്രവർത്തനവും സുഖം നൽകുന്നു. നമ്മൾ വിചാരിക്കും ഇന്ദ്രിയ ആഗ്രഹങ്ങളാണ് നമുക്ക് സുഖം നൽകുന്നത് എന്ന്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന, കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും പ്രവർത്തിക്കുന്നവയാണ് നമുക്ക് സുഖം നൽകുന്നത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് മായ മാത്രമാണ്. യഥാർത്ഥമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇനി വേറൊരാൾ, മാനസിക നില തെറ്റിയ ഒരാളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അയാൾ പലതരത്തിലുള്ള പ്രവർത്തികളും ചെയ്യും. നമ്മളോട് സംസാരിക്കും, ചിരിക്കും, പ്രവർത്തനങ്ങൾ ചെയ്യും, എല്ലാം ചെയ്യും. എന്നിരുന്നാലും അയാൾക്ക് മനസ്സിൽ സന്തോഷം കിട്ടുന്നുണ്ടോ? എല്ലാവിധ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടാലും
മനസ്സ് സ്വസ്ഥമല്ല എങ്കിൽ നമുക്ക് യാതൊരുവിധ സന്തോഷവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ താൻ ആത്മാവാണ്, ഇത് തൻ്റെ കർമ്മമാണ് എന്ന് അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്ന പക്ഷം ഏത് ദുഃഖമായാലും അത് ദുഃഖമായി നമുക്ക് അനുഭവപ്പെടുന്നില്ല, അതും ഒരു സുഖമായി മാത്രം മാറുകയാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. യോഗികൾ തൻ്റെ എല്ലാവിധത്തിലുള്ള ഫലങ്ങളും ഭഗവാനിൽ അർപ്പിച്ച്, ഇവിടെ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഭഗവാനും. ഒരു വൃക്ഷത്തിലെ രണ്ട് പക്ഷികൾ എന്ന പോലെ പരമാത്മാവും ആത്മാവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചുകൊണ്ടും സഹായിച്ചുകൊണ്ടും ഇരിക്കുകയാണ് പരമാത്മാവ്. എന്നാൽ ആത്മാവെന്ന പക്ഷി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത ഫലങ്ങളെല്ലാം ഭക്ഷിക്കുമ്പോഴും ഒരു നിമിഷം പോലും പരമാത്മാവിനോട് ചോദിക്കുന്നില്ല ഞാനിത് ചെയ്യുന്നത് ശരിയാണോ എന്ന്. കാരണം അവൻ്റെ കണ്ണുകൾ മായ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ അന്ധകാരത്തെ, ആ തിമിരത്തെ മാറ്റി പരമാത്മാവിനോട് സഹായം ചോദിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് എങ്കിൽ, ഈ കാണുന്ന ഫലങ്ങളെല്ലാം വിഷഫലങ്ങളാണ്, അതിൽ കൊത്തിത്തിന്ന് തൻ്റെ ആത്മാവിനെ ദുഷിപ്പിക്കുക എന്നുള്ളതല്ലാതെ പരമാത്മാവിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി, ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങളെ, പ്രലോഭിപ്പിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളെ ഇല്ലാതാക്കുമ്പോഴാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, കായേന മനസാ ബുദ്ധ്യ കേവലൈ ഇന്ദ്രിയാപി യോഗിന കർമ്മ കുർവന്തി സംഘം ത്യക്ത്വ ആത്മശുദ്ധയ. സംഘം ത്യജിക്കുമ്പോൾ മാത്രം ആത്മശുദ്ധിക്ക് വേണ്ടി താൻ ആത്മാവാണ്, മനഃപൂർവമായും പൂർണ്ണമായ ബോധത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ബുദ്ധിയുടെ പ്രവൃത്തികളെന്ന് മനസ്സിലാക്കി വിവേചനാശക്തി ഉപയോഗിച്ച് വിവേകപൂർണമായി കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ബന്ധത്തിലാണ് നമുക്ക് വേണ്ടത്. ഭഗവാന് വേണ്ടി, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. ഭഗവാൻ എന്ന് വേണ്ടി പറയുമ്പോൾ അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തിന് വേണ്ടി എന്നുള്ളതല്ല അർത്ഥമാക്കേണ്ടത്. ഭഗവാൻ ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ്, നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള നല്ല കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതാണ് ചെയ്യേണ്ടത്. അതിൽ നിന്നും ഫലം ആഗ്രഹിക്കരുത്. എങ്ങനെയാണ് ഫലം ആഗ്രഹിക്കാതെ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഒരു ടീച്ചർ, ആ ടീച്ചർ എങ്ങനെ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യും? താൻ ദിവസവും സ്കൂളിൽ പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എങ്ങനെ വേണമെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കാനാണ്. എത്രമാത്രം അവർക്ക് താൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. ഏറ്റവും അറിവില്ലാത്തവൻ മുതൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞവൻ മുതൽ ഏറ്റവും ബുദ്ധി കൂടിയവരെ വരെ ഒരേ രീതിയിൽ, നല്ല രീതിയിൽ നോക്കി എല്ലാവരും ഭഗവാന്റെ കുഞ്ഞുങ്ങളാണ്. എല്ലാവരെയും വിദ്യ അഭ്യസിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ്. അതിൽ നിന്നും ഫലമല്ല നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ കുറച്ചു നേരം ഏതെങ്കിലും രീതിയിൽ ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി അല്ല ചെയ്യേണ്ടത്. അതിനു പകരം ഭഗവാന് വേണ്ടി എന്ന് പറയുമ്പോൾ ഭഗവാന്റേതായിട്ടുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവരും ഭഗവാന്റെ സന്തതികളാണ്, ആ കുഞ്ഞുങ്ങളെ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്ന വിദ്യയെ അഭ്യസിപ്പിക്കുക എന്ന കർമ്മം പൂർണ്ണമായ തൃപ്തിയോടുകൂടി, ആ തൃപ്തി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫലം ആഗ്രഹിക്കരുത്. ഞാൻ ശമ്പളം കിട്ടാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത് എന്ന ബോധമല്ല അവിടെ വേണ്ടത്. ഏത് വിധത്തിലായാലും അവധിയായാലും എന്തായാലും തൻ്റെ കുഞ്ഞുങ്ങൾ നല്ല അറിവ് നേടണം, തനിക്കുള്ള എല്ലാ അറിവുകളും അവർക്ക് നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവൃത്തിയാണ് ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടർ ചിന്തിക്കുന്നത് തനിക്ക് എങ്ങനെ കൂടുതൽ എക്സ്റേയും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റും നടത്തിക്കാമെന്നുള്ളതല്ല ചിന്ത വേണ്ടത്. എങ്ങനെ ഈ രോഗിയുടെ രോഗം മാറ്റിക്കൊടുക്കാൻ സാധിക്കും, എങ്ങനെ ഭഗവാന്റെ സന്തതിയായ ഈ ആൾക്കും തന്നിൽ നിന്നും എന്ത് സഹായമാണ് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തികളും ചിന്തകളുമാണ് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്നും കർമ്മം പ്രതീക്ഷിക്കുന്നില്ല, ശമ്പളമല്ല പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അയാളിൽ നിന്നും ഒരു നന്ദി അല്ല പ്രതീക്ഷിക്കേണ്ടത്. താൻ ഭഗവാന്റെ സന്തതിയായ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിന് വേണ്ടി തന്നാൽ കഴിയുന്ന സേവനം നിർവഹിക്കുക എന്ന് പറയുന്നതാണ് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഒരു വീട് വയ്ക്കുന്നു, അതും ഭഗവാന് വേണ്ടി എന്ന് പറയുമ്പോൾ ആ ഭവനത്തിൽ എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് 10 കുട്ടികൾക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക, എങ്ങനെയാണ് തൻ്റെ ഭവനം മറ്റുള്ളവർക്ക് കൂടി ഒരു സഹായമാകുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ 10 പേരെ കാണിക്കണം, എങ്ങനെയാണ് കൂടുതൽ പൈസ ചെലവഴിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ചിന്തയല്ലാതെ സമൂഹത്തിന് വേണ്ടിയും ഭഗവാന്റെ സന്തതിക്ക് വേണ്ടിയും എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യണമെന്ന ഫലത്തോടു കൂടി പറയുന്നത്. അടുത്ത ശ്ലോകം ഇതിൻ്റെ തുടർച്ചയാണ്. യുക്തകർമ്മഫലം ത്യക്ത്വാ
ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്തകർമ്മഫലം ത്യക്ത്വ, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ കർമ്മഫലം ത്യജിച്ച് ശാന്തിമാപ്നോതി നൈഷ്ഠികീം, ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. അയുക്ത കാമകാരേണ, യുക്തബോധം ഇല്ലാത്തവൻ കർമ്മഫലം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി കൊണ്ട് ഫലേ സക്തോ നിബധ്യതേ, ഫലങ്ങളിൽ സക്തനായി ബന്ധിക്കപ്പെടുന്നു. ഭഗവാനിൽ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന യോഗി കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ആത്യന്തികമായ മോക്ഷത്തെ പ്രാപിക്കുകയും, എന്നാൽ കർമ്മഫലത്തിൽ ഇച്ഛയുള്ളവൻ ഇച്ഛനിമിത്തമുള്ള പ്രേരണ കൊണ്ട് കർമ്മഫലത്തിൽ ആസക്തനായി ബന്ധിക്കപ്പെടുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടത് ശാന്തിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇല്ലാത്തതും ശാന്തിയും സന്തോഷവുമാണ്. എങ്ങനെയാണ് ശാന്തി ലഭിക്കുന്നത്? ഉത്തരം വളരെ ലളിതം. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക. ഒരാൾക്ക് പ്രമോഷൻ കിട്ടിയില്ല. പ്രമോഷൻ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ തനിക്ക് കിട്ടേണ്ടതാണ് എങ്കിൽ കിട്ടും. അതിൽ യാതൊരു വിധത്തിലുള്ള ചിന്തകളുടെയും ആവശ്യമില്ല. തൻ്റെ കർമ്മം ചെയ്യുക. എനിക്ക് മക്കളുണ്ടായില്ല, അല്ല എങ്കിൽ എൻ്റെ എത്രമാത്രം ഞാൻ ഭഗവാന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്താലും, ഭഗവാന് ഏതു നേരവും മനസ്സിൽ കൊണ്ട് നടന്നാലും, നാരായണീയവും ഭഗവത്ഗീതയും എല്ലാം വായിക്കുന്നുണ്ട് എങ്കിലും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. ഈ സന്തോഷം കിട്ടാത്തത് കൊണ്ട് ഇനി ഞാൻ ഭഗവാനെ പൂജിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഭഗവത് പ്രീണനം നടത്താൻ പോകുന്നില്ല. ഭഗവത്ഗീതയും നാരായണീയും ഒന്നും എനിക്കിനി വേണ്ട, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇത് ചെയ്തത് കൊണ്ട് ഒരു ഫലവുമില്ല. ഇതാണ് കർമ്മഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവൃത്തി. നാരായണീയവും ഭഗവത്ഗീതയും വായിക്കുന്നത് തനിക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തനിക്ക് ഭഗവാൻ ഒരു കുഞ്ഞിനെ തരുവാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്തയാണ് കർമ്മഫലം. ഭഗവാൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കർമ്മഫലം തരാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള ചിന്ത ഉപേക്ഷിച്ചാൽ മാത്രമേ ഭഗവാനോട് അടുക്കുകയുള്ളൂ. നമ്മുടെ ഏത് പ്രവൃത്തിയാണ് എങ്കിലും ഫലം ഉദ്ദേശിക്കാതെ, ഭഗവാൻ അതാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമായി പറയുന്നത്. സ്ഥിരചിത്തനായ ഒരു ഭക്തൻ, ചിത്തം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ല. ഭഗവാൻ എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, മക്കളെ തന്നില്ല, സുഖം തന്നില്ല, എപ്പോഴും ദുഃഖമാണ്. ഇത് സ്ഥിരചിത്തത അല്ല. ഇത് അസ്ഥിരമായ ചിത്തത്തോടു കൂടിയുള്ളവനാണ്. സ്ഥിരചിത്തനായ ഒരു ഭക്തൻ, പ്രത്യേകം ഭഗവാൻ പറയുന്നു, സ്ഥിരചിത്തനായ ഒരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്കർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. ശാന്തിയും സമാധാനവും നമുക്കില്ല. എന്താ കാരണം? നമ്മൾ എല്ലാവിധ ഫലങ്ങളും ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഗുരുവായൂരമ്പലത്തിൽ പോകുന്നു, ഭഗവാനെ എൻ്റെ സ്ഥലം വിൽക്കാൻ സാധിക്കണേ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്ഥലം മേടിക്കാൻ സാധിക്കണേ, എനിക്ക് വീട് വയ്ക്കാൻ സാധിക്കണേ. ഈ കർമ്മഫലം, ഞാൻ അവിടെ പോകുന്നു, ഭഗവാനോട് ഞാനൊരു കർമ്മം ചെയ്യുകയാണ്, അതിൻ്റെ ഫലവും ഭഗവാനോട് ചോദിക്കുകയാണ്. ഇതൊന്നും ഭഗവാൻ അറിയാത്തതാണോ? എല്ലാ കാര്യങ്ങളും ഭഗവാൻ അറിയാം. നമ്മൾ അവിടെ ചെന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് വേണോ ഭഗവാൻ അറിയാൻ? അതും വേണ്ട. പക്ഷേ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, നാരായണീയം വായിക്കുകയാണെങ്കിൽ പോലും, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിക്കുകയാണ് എങ്കിൽ പോലും, സത്സംഗങ്ങളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ പോലും ആഗ്രഹിക്കുന്നത് ഭഗവാനെ എനിക്കിതിൻ്റെ ഫലം കിട്ടണേ എന്നാണ്. അങ്ങനെ ഫലം കിട്ടണം എന്നുള്ള ആഗ്രഹം ഇല്ലാതെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തൻ്റെ കർമ്മഫലമാണ് താൻ അനുഭവിക്കുന്നത് എന്നുള്ള പൂർണ്ണബോധം മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. എനിക്ക് കുഞ്ഞുണ്ടായില്ല, അതിൽ വിഷമിക്കാൻ എന്താ ഉള്ളത്? തൻ്റെ കർമ്മഫലമാണത്. അതിൽ ഭഗവാനെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. തൻ്റെ ഇപ്പോഴുള്ള കർമ്മഫലമെങ്കിലും എങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയാനുള്ള പ്രവർത്തികളിൽ പൂർണ്ണമായും അർപ്പിക്കുകയാണ് വേണ്ടത്. വീണ്ടും ഫലം ആഗ്രഹിക്കുക അല്ല വേണ്ടത്. അതാണ് ഭഗവാൻ പറയുന്നത്, സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹി ആകയാൽ എനിക്ക് കുഞ്ഞു വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് പ്രമോഷൻ വേണം, എൻ്റെ കുഞ്ഞിന് 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭഗവാന് പുഷ്പാഞ്ജലിയും പ്രവർത്തനങ്ങളും നാരായണീയവും എല്ലാം വായിക്കുന്നവൻ അതിൽപ്പെട്ട് അത്യാഗ്രഹി ആയതുകൊണ്ട് സമാധാനം ഇല്ലാതാകുന്നു എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. 13ാമത്തെ ശ്ലോകം, സർവകർമാണി മനസ സന്യാസോ തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നയേവ കുർവാന്ന കാരയാൻ. സർവകർമാണി മനസ, സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട്
സന്യാസാതേ സുഖം വശി, ഉപേക്ഷിച്ചിട്ട് സന്യാസം ചെയ്ത്. എന്താ സന്യാസം? ഏതെങ്കിലും കാവി മുണ്ടുടുത്തുകൊണ്ട് ഇരിക്കുന്നതല്ല സന്യാസം. സന്യാസം ഉപേക്ഷിക്കുക. എല്ലാവിധത്തിലുള്ള സുഖദുഃഖങ്ങളെയും ഫല ആഗ്രഹങ്ങളെയും ചിന്തകളെയും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനിൽ തൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് സന്യാസം. അപ്പോൾ സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട് തേ സുഖം വശി, സുഖം ആവും വണ്ണം ജിതേന്ദ്രിയനായി തൻ്റെ എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും വശീകരിച്ച്, ഇന്ദ്രിയങ്ങളെല്ലാം തങ്ങളുടെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്, തോന്നിയ പോലെ അല്ല, ഇന്ദ്രിയങ്ങളെയെല്ലാം തൻ്റെ വശത്താക്കി സന്യാസിയായി സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് ത്യജിച്ച് ഇരിക്കുന്ന. എവിടെയാണ് ഇരിക്കുന്നത്? കൊട്ടാരത്തിൽ. എങ്ങനെയുള്ള കൊട്ടാരമാണ്? നവദ്വാരേ പുരേ ദേഹി, 9 ദ്വാരമുള്ള പുരത്തിലാണ് ഇരിക്കുന്നത്. ആരാണ്? ദേഹി, ആത്മാവ്. ആത്മാവാണ് നമ്മുടെ ശരീരത്തിന്റെ രാജാവ്. ആ രാജാവ് 9 ദ്വാരങ്ങളുള്ള. ഏതൊക്കെയാ 9 ദ്വാരങ്ങൾ? നവദ്വാരേ പുരേ ദേഹി ഹംസോ ലേലയായ ദേബഹി വശീ സർവസ്യ ലോകസ്യ സ്ഥാവരസ്യ ജരസ്യ ജ. ജീവസത്തയുടെ ശരീരാന്തർഭാഗത്ത് വാഴുന്ന ഭഗവാൻ ആത്മാവ് പ്രപഞ്ചത്തിലെ സർവജീവജാലങ്ങളുടെയും നിയന്താവാണ്. ശരീരത്തിന് 9 വാതിലുകളുണ്ട്. ഏതൊക്കെയാണ്? 2 കണ്ണുകൾ, 2 നാസാദ്വാരങ്ങൾ, 2 ചെവികൾ, വായ്, ഗുദം, ഉൽപാദനേന്ദ്രിയങ്ങൾ എന്നിങ്ങനെയാണ് ഈ 9 ദ്വാരങ്ങൾ. ബദ്ധാവസ്ഥയിൽ ജീവൻ താനും ശരീരവും ഒന്നാണ് എന്ന് ചിന്തിക്കുകയാണ്. നമ്മളെല്ലാം വിചാരിക്കും ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ്, ഈ കാണുന്ന ശരീരമാണ് എന്ന് ചിന്തിക്കുകയാണ് ബദ്ധാവസ്ഥയിൽ. എന്താ ബദ്ധാവസ്ഥ? ജന്മ മൃത്യു ജരാവ്യാധികളിൽപ്പെട്ട് ഒരു ചെങ്ങല പോലെ ചുറ്റിപ്പെടുന്നതാണ് ബദ്ധാവസ്ഥ. അഴിയാതെ കിടക്കുക, ആ കുരുക്ക് അഴിക്കാൻ സാധിക്കുന്നില്ല, അത് ബദ്ധാവസ്ഥയാണ്. അങ്ങനെ ബദ്ധാവസ്ഥയിൽ കിടക്കുന്ന ഒരു ജീവാത്മാവ് ചിന്തിക്കുന്നത് താൻ ശരീരമാണ് എന്നാണ്. എന്നാൽ തന്നിലുള്ള ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ തന്നിലൊരു ഭഗവാനുണ്ട്. ആ ഭഗവാനെയാണ് താൻ കാണേണ്ടത്. കർമ്മഫലങ്ങളെല്ലാം ആ ഭഗവാനിലാണ് അർപ്പിക്കേണ്ടത്. താൻ അറിയേണ്ട ഭഗവാൻ, താൻ അറിയേണ്ട ആത്മാവ് മായ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കപ്പലണ്ടി അതിൻ്റെ തോടുകൊണ്ട് അടച്ചു വച്ചിരിക്കുന്നത് എന്നതുപോലെ മായ മൂടി വച്ചിരിക്കുകയാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. തൈരിൽ കിടക്കുന്ന വെണ്ണയെ നമുക്ക് എങ്ങനെയാണോ കാണാൻ സാധിക്കാത്തത്? മായ മൂലം. ഒരു കൊച്ചുകുട്ടിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അതിൻ്റെ ഉള്ളിൽ വെണ്ണയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, പരമാത്മാവുണ്ട് എന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ കർമ്മഫലങ്ങളെയെല്ലാം മാറ്റണം, എങ്കിൽ മാത്രമേ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആയിരിക്കുമ്പോൾ ശരീരസ്ഥനായിരിക്കുന്ന ആത്മാവിനെ നമ്മൾ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനോളം തന്നെ സ്വാതന്ത്ര്യം നമുക്ക് നേടാം. കാരണം നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ അംശമാണ്. എന്തൊക്കെയാണോ ഭഗവാനുള്ളത് അതെല്ലാം നമ്മിലുണ്ട്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഭഗവാൻ സമുദ്രമാണ് എങ്കിൽ നമ്മൾ അതിലെ ഒരു തുള്ളി വെള്ളമാണ്. ഭഗവാൻ വിഭുവാണ് എങ്കിൽ നമ്മൾ അണുവാണ്. ഇത്രമാത്രം വ്യത്യാസമേ ഉള്ളൂ. എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ട്, എല്ലാ സുഖങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ഭഗവാനോളം തന്നെ സ്വാതന്ത്ര്യം നേടാം, എല്ലാം ചെയ്യാം. പക്ഷേ നമ്മളെ കവർ ചെയ്തിരിക്കുന്ന ആ മായയെ തിരിച്ചറിയണം. മായയെ മാറ്റിക്കളഞ്ഞ് വെണ്ണ പുറത്ത് കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത ശ്ലോകം വളരെ രസകരമാണ്. നമ്മുടെ എല്ലാവിധ ചിന്തകളെയും ഭഗവാൻ കൂടം കൊണ്ട് അടിച്ച് പൊട്ടിച്ച് മാറ്റുകയാണ്. ശ്ലോകം: ന കർത്തൃത്വം ന കർമാണി ലോകസ്യാസ്രജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി, കർത്തൃത്വ സ്വഭാവമില്ലാതെ കർമ്മങ്ങളെ സൃഷ്ടിക്കാതെ, ലോകസ്യ സൃജതി പ്രഭു, ജീവലോകത്തിനെ സൃഷ്ടിക്കാതെ ശരീരത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന ആത്മാവ് ന കർമ്മഫല സംയോഗം, കർമ്മഫലത്തിൽ ബന്ധപ്പെടുന്നില്ല. സ്വഭാവസ്തു പ്രവർത്തതേ, എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന സ്വഭാവ ഗുണങ്ങൾ ആയ ത്രിഗുണങ്ങളാണ് എന്ന് നീ മനസ്സിലാക്കിയാലും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും വിഷമതകൾക്കും ഒന്നും ഭഗവാനെ പഴി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെ കർത്താവ് ഞാനല്ല, ഇതിൻ്റെ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നത് ഞാനല്ല,
ഈ ജീവജാലങ്ങൾക്ക് വിവിധ രൂപങ്ങൾ നൽകുന്നത് ഞാനല്ല, ഇതിലൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിൽ എന്നെ പഴി പറയേണ്ട, ഞാനതിന് ഉത്തരവാദിയേ അല്ല എന്ന് ഭഗവാൻ പറയാണ്. ശരീരസ്ഥനായിരിക്കുന്ന ഈ ആത്മാവ്, ഈ പ്രഭുവാണ്, രാജാവാണ് ശരീരത്തിൻ്റെ. അങ്ങനെയുള്ള ആ പ്രഭു, തൻ്റെ ശരീരമാകുന്ന പുരത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഈ പ്രഭു കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവുമാണ്. അല്ലാതെ ആത്മാവിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല. എനിക്ക് കുട്ടിയുണ്ടായില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്കെപ്പോഴും അസുഖങ്ങളാണ്, എനിക്ക് കടമാണ്, എനിക്ക് വേദനയാണ്, എനിക്ക് ദുഃഖങ്ങളേ ഉള്ളൂ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഇതിനൊക്കെ പരിഹാരം എന്താ? കർമ്മഫലം ആഗ്രഹിക്കാതെ തന്നെ കർമ്മം ചെയ്യുക. അതാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ ഇതൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല. ഈ ആത്മാവ് വളരെ കൃത്യമായി പറയുന്നു, ഇതിനൊന്നും ഞാനല്ല ഉത്തരവാദി, ഇതെല്ലാം നിങ്ങളുടെ കർമ്മഫലങ്ങളാണ്, നിങ്ങളിത് അനുഭവിച്ചേ മതിയാകൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടല്ലേ. പ്രധാനമന്ത്രി ഭഗവാൻ എന്ന രീതിയിൽ സങ്കല്പിക്കൂ. ഒരുപാട് നിയമങ്ങൾ ഈ ലോകത്തുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്തേക്കാം, ആരെയെങ്കിലും കൊന്നേക്കാം. എത്രയോ ജീവനുകളാണ് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്നത്. ചൂലുകൊണ്ട് അടിക്കുമ്പോൾ, നടക്കുമ്പോൾ, അമ്മിക്കല്ലിൽ ഉരയ്ക്കുമ്പോൾ, തുണി അലക്കുമ്പോൾ എത്രമാത്രം ജീവനുകൾ നമ്മൾ എടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെല്ലാം ശിക്ഷയില്ലേ? നമ്മുടെ രാജ്യത്തിൽ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ കിട്ടുന്നില്ലേ? ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്താൽ ശിക്ഷ കിട്ടുന്നില്ലേ? വേറൊരു വണ്ടിയിൽ കൊണ്ടുപോയി ഇടിച്ചാൽ ശിക്ഷ കിട്ടുന്നില്ലേ? തോന്നിയിടത്ത് മൂത്രം ഒഴിച്ചാൽ ശിക്ഷ കിട്ടുന്നില്ലേ? പുക വലിച്ചാൽ ശിക്ഷ കിട്ടുന്നില്ലേ? ഇതിൻ്റെ എല്ലാം ഉത്തരവാദി പ്രധാനമന്ത്രിയാണോ? ഒരു നിയമമുണ്ട്, ആ നിയമങ്ങൾ നിങ്ങൾ ലംഘിച്ചു, അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നു. ഇതിൽ പ്രധാനമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെയാണ് ഭഗവാനും. ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്താൽ വീണ്ടും വീണ്ടും ശിക്ഷ കിട്ടും. പക്ഷേ കൂടുതൽ നാമജപത്തിലൂടെയും ഭഗവാനോടുള്ള സേവയിലൂടെയും നമുക്ക് ദയയ്ക്ക് അപേക്ഷിക്കാം. എൻ്റെ ശിക്ഷ കുറച്ച് തരണമേ എന്ന് അപേക്ഷിക്കാം. എങ്ങനെയാണോ നമ്മൾ ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ അപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഭഗവാനോട് അപേക്ഷിക്കാം, എനിക്കൊരു ദയ തരണേ എന്ന്. ആ ദയയാണ് ഭഗവാൻ അനുഗ്രഹിച്ച് തരണമെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എങ്കിൽ നാമജപത്തിലൂടെയും ഭഗവത് സത്സംഗത്തിലൂടെയും മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എങ്ങനെയോ സ്മരണാതീത കാലം മുതൽക്കേ ശ്രേഷ്ഠപ്രകൃതിയായ ജീവാത്മാവ് ഭൗതിക പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. തൻ്റെ ക്ഷണികദേഹമായ ഭൗതിക വസതി, ഇപ്പോഴുള്ള ഈ ശരീരം ക്ഷണികമാണ്. ക്ഷണിക ദേഹമായിട്ടുള്ള ഈ ഭൗതിക വസതി വിവിധ കർമ്മങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും ഹേതുവായി തീരുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടായിരിക്കും അടുത്ത ശരീരം നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ബദ്ധമായ പരിതസ്ഥിതിയിൽ വീണ്ടും ജനന മൃത്യു ജരാവ്യാധികളിൽ പെട്ട് ജീവിച്ച് ശരീരത്തെ താനാണ് എന്ന് തെറ്റിദ്ധരിച്ച്, താൻ തന്നെയാണ് ഈ ശരീരമെന്ന് അജ്ഞാനത്താൽ മനസ്സിലാക്കി ജീവൻ ശാരീരിക കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുകയാണ്. സ്മരണാതീത കാലം മുതൽക്കേയുള്ള അവിദ്യയാണ് ശാരീരിക ക്ലേശങ്ങൾക്കും ദുഃഖത്തിനും കാരണമായി തീരുന്നത്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവൻ ഒഴിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് മുക്തനാകാം. ശരീരസ്ഥനാകുന്ന കാലത്തോളം താൻ അതിൻ്റെ ഉടമയാണ് എന്ന് ജീവന് തോന്നും. വാസ്തവത്തിൽ അവൻ അതിൻ്റെ ഉടമയോ അത് ചെയ്യുന്ന കർമ്മങ്ങളുടെയും അനുഭവിക്കുന്ന ഫലങ്ങളുടെയും നിയന്താവോ അല്ല. ഈ പ്രപഞ്ച സമുദ്രത്തിൽ മധ്യത്തിൽ തന്നെയിട്ട് പന്താടുന്ന തിരമാലകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ നിലനിൽപ്പിനായി പാടുപെടുകയാണ് ജീവൻ. ദിവ്യമായ ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ ഈ സംസാര സമുദ്രം നീന്തി രക്ഷപ്പെടുന്നതിന് സാധ്യമാവുകയുള്ളൂ. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാത്ത ഭഗവത് സേവനം കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുള്ളൂ. എല്ലാ കഷ്ടപ്പാടിനും ഉത്തമമായ നിവാരണ ഉപായം അതുമാത്രമാണ് എന്ന് മനസ്സിലാക്കണം. 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ന ആദത്തേ കസ്യജിത് പാപം
ന ച ഏവം സുകൃതം വിഭു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യതീ ജന്തവാ. ന ആദത്തേ കസ്യചിത് പാപം, ഒരാളുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല. ന ച ഏവം സുഹൃതം വിഭു, ആരുടെയും സുഹൃതവും സ്വീകരിക്കുന്നില്ല. ആര്? വിഭു. വിഭു ഭഗവാൻ. ആരെങ്കിലും പുണ്യം ചെയ്താൽ ഞാനത് സ്വീകരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പാപം ചെയ്താൽ ഞാനത് സ്വീകരിക്കും. ഒന്നുമില്ല. ഭഗവാൻ ഇതിനൊന്നിനും ഉത്തരവാദിയല്ല. ഞാനിതൊന്നും ചെയ്യില്ല. വിഭുവായിട്ടുള്ള ഭഗവാൻ ഇതൊന്നും ചെയ്യുകയില്ല. പുണ്യപ്രവർത്തികളും സ്വീകരിക്കുന്നില്ല, പാപപ്രവർത്തികളും സ്വീകരിക്കുന്നില്ല. നമ്മളെല്ലാം അണുവാണ്. ഭഗവാൻ വിഭുവാകുമ്പോൾ നമ്മൾ അണുവാണ്. അജ്ഞാനേന ആവൃതം ജ്ഞാനം, അജ്ഞാനത്താൽ ജ്ഞാനം ആവൃതമായിരിക്കുകയാണ്. തേന മുഹ്യതി ജന്തവ, അതുകൊണ്ടാണ് ജീവഗണങ്ങൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. ഭഗവാൻ ആരുടെയും പാപത്തെയും പുണ്യത്തെയും ഗ്രഹിക്കുന്നില്ല. ഭഗവാൻ ഇതിൻ്റെ ഒന്നും വേണ്ട, ഒരാവശ്യമില്ല ഭഗവാന്. ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാനുള്ള പ്രവർത്തികളും ഭഗവത് സേവയും എല്ലാം തന്നെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ചാരത്താൽ മൂടപ്പെട്ടിരിക്കുന്ന അഗ്നിയെ ഊതി ഊതി ജ്വലിപ്പിച്ച് കത്തിക്കുന്നതിന് വേണ്ടിയാണ്. തൻ്റെ പാപഫലങ്ങളെ എല്ലാം തന്നെ കത്തിച്ച് കളയുന്നതിന് വേണ്ടിയാണ് ഈ കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അജ്ഞാനത്താൽ വിവേകം മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഭഗവാനാണ് ഇതെല്ലാം തരുന്നത്, ഈ ദുഃഖങ്ങളെല്ലാം തരുന്നത് എല്ലാം നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഭഗവാൻ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ജ്ഞാനം, ഐശ്വര്യം, ബലം, കീർത്തി, സൗന്ദര്യം, വൈരാഗ്യം എന്നിവ എല്ലാം തികഞ്ഞ സർവേശ്വരനെയാണ് വിഭു എന്ന് വിളിക്കുന്നത്. നിറകുടമാണ് ഭഗവാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സദാ ആത്മരാമനാണ് ഭഗവാൻ. ആത്മാവിൽ ആനന്ദം കൊള്ളുന്നവനാണ് ഭഗവാൻ. പുണ്യപ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നതേയില്ല. ഒരു ജീവനെയും അദ്ദേഹം ഒരു പ്രത്യേക ചുറ്റുപാടിൽ എത്തിക്കുന്നുമില്ല. അജ്ഞാനമോഹിതനായി ജീവൻ അത്തരം വ്യവസ്ഥകളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അതോടെ കർമ്മ പ്രതികർമ്മങ്ങളുടെ ശൃംഖല നീണ്ടുപോകുന്നു. ഉത്തമ പ്രകൃതി എന്ന നിലയിൽ ജീവാത്മാവ് ജ്ഞാനസമ്പൂർണനാണ്. പരിമിതമായ കഴിവ് കാരണം അവന് എപ്പോഴും അജ്ഞത, തൻ്റെ കഴിവുണ്ട് പക്ഷെ അത് പുറത്തേക്ക് എടുക്കാത്തത് കൊണ്ട് അജ്ഞത ആവരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ സർവദാ ശക്തനാണ്. എന്നാൽ ജീവാത്മാവ് അങ്ങനെ അല്ല. ഭഗവാനെ മായ മൂടുന്നില്ല. പക്ഷേ ജീവാത്മാവ് അത്രമാത്രം ശക്തി ഇല്ലാത്തത് കൊണ്ട്, മായയ്ക്കാണ് കൂടുതൽ ശക്തി ഉള്ളത് കൊണ്ട് മായ ജീവാത്മാവിനെ മൂടുന്നു. എന്നാൽ ആത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് തന്നെ അവന് സ്വതന്ത്രമായി ചിന്തിക്കാനും ആഗ്രഹിക്കാനുമുള്ള കഴിവുണ്ട്. അപ്രകാരമുള്ള ആഗ്രഹങ്ങളുടെ നിവർത്തി സർവശക്തനായിട്ടുള്ള ഭഗവാന് മാത്രമേ സാധിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് ജീവാത്മാവ് സ്വന്തം ആഗ്രഹങ്ങളാൽ പരിഭ്രാന്തനാവുമ്പോൾ ഭഗവാൻ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ അനുവാദം നൽകുകയാണ്. ഏതൊക്കെ ആഗ്രഹങ്ങൾ ആത്മാവിനുണ്ടെങ്കിലും അതെല്ലാം പൂർത്തിയാക്കാനുള്ള അനുവാദം ഭഗവാൻ നൽകുന്നു. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നോക്കുന്നില്ല. എങ്കിലും ജീവാത്മാവ് ആഗ്രഹിച്ചേക്കാവുന്ന